സാർ നമസ്കാരം. നമസ്കാരം. വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ഇന്ന് 2 വർഷം പൂർത്തീകരിക്കുന്നു. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം തന്നെയായിരുന്നു, പ്രകൃതി ദുരന്തം തന്നെയായിരുന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. കേരളത്തിൻ്റെ ദേശീയ ദുരന്തമെന്നോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കണ്ണുനീർ തുള്ളിയെന്നോ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ അത്രത്തോളം ആഘാതമുണ്ടാക്കിയ ദുരന്തം. ഈ ദുരന്തത്തെ തുടർന്ന് കേരളം കൈമെയ് മറന്ന് വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി ശ്രമിക്കുന്ന കാഴ്ച നാം എല്ലാവരും കണ്ടു. കഴിയുന്നത്ര എല്ലാവർക്കും എന്തൊക്കെ ചെയ്ത് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി എങ്ങനെയൊക്കെ സഹായിക്കാമോ അങ്ങനെയൊക്കെ ശ്രമിക്കുകയുണ്ടായി. സർക്കാരിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഏതാണ്ട് 870 കോടി രൂപയിലധികം കിട്ടി എന്നുള്ളതാണ് പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അവിടെ പ്രധാന പ്രശ്നം ഒന്നും അവശേഷിപ്പിക്കാതെ ഉരുൾപൊട്ടലിൽ തകർന്നു പോയ ആളുകൾക്ക് സ്ഥലവും വീടും നിർമ്മിച്ച് അല്ലെങ്കിൽ സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യത്തെ ദൗത്യം. വാസയോഗ്യമായ സ്ഥലം, വീണ്ടും ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ അതിൻ്റെ ആഘാതം ഇനി അവരെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു സ്ഥലവും വീടും. അങ്ങനെയുള്ള പദ്ധതികളൊക്കെ പലരും വിഭാവനം ചെയ്ത് ഒരുങ്ങി. സർക്കാർ അവർക്ക് വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞ് ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട് വീട് വെച്ചു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മാർച്ച് മാസത്തിലായിക്കൊണ്ടാണ് അതിൻ്റെ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ് ടൗൺഷിപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. അന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. പിന്നീട് കുറച്ച് വീടുകൾ തയ്യാറാക്കി കൊടുത്തെങ്കിലും ആ വീടുകളിലൊന്നും ആർക്കും താമസിക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ ചോർച്ചയും വിള്ളലുമുള്ള വീടുകളായിരുന്നു. ഇവിടെ ആകെ കൂടി നിർമ്മാണം പൂർത്തീകരിച്ച് വാസയോഗ്യമാക്കി വീടുകൾ നൽകിയത് മുസ്ലിം ലീഗിൻ്റെ ഒരു 50 വീടുകൾ അവർ ആദ്യ ഘട്ടത്തിൽ പൂർത്തീകരിച്ചു കൊടുത്തു. അത് വളരെ ഭംഗിയായി അവരത് നിർവഹിച്ചു. വീട് മാത്രമല്ല, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എത്ര അംഗങ്ങളുണ്ടോ അവർക്ക് ആവശ്യമായ ഫർണിച്ചർ, അതുപോലെ പാത്രങ്ങൾ, എന്തൊക്കെയാണ് ഒരു വീട്ടിൽ താമസം ആരംഭിക്കുന്നത്, അതെ, ഒരു മാസത്തേക്കുള്ള പലവ്യഞ്ജനം ഉൾപ്പെടെയാണ് അവർ കൊടുത്തത്. അത് മറ്റൊരു രാഷ്ട്രീയ സംഘടനയും അവിടെ ചെയ്തിട്ടില്ല. കോൺഗ്രസ് 100 വീട് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അതെവിടെയും എത്തിയിട്ടില്ല. തറക്കല്ലിട്ടതിന് ശേഷം പിന്നെ ഒന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് DYFI, CPM എന്ന് പറഞ്ഞ് മറ്റ് സംഘടനകളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്ത് നമ്മൾ കണ്ടില്ല. സർക്കാരിൻ്റെ പോലും പദ്ധതികൾ അവർക്ക് ഭംഗിയായി നടപ്പാക്കാൻ സാധിച്ചില്ല. എങ്ങനെയാണ് ഒരു ജനതയെ ഇത്ര കണ്ട് അവരുടെ നൊമ്പരത്തിലും, പണമില്ലാഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ കരുതാം, 870 കോടി രൂപ കിട്ടിയിട്ട് ആ പണത്തിൽ വരും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വരെ കോൺട്രാക്ട് കൊടുത്തതിൽ ഒരു വീടിന് 10 ലക്ഷത്തിൽ തീരുമായിരുന്ന വീട് 20 ലക്ഷത്തിനൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ അഴിമതി വേറെ. എന്നിട്ടും ഈ ദുരന്തത്തിലെല്ലാം സർവ്വവും നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുവാനോ മതിയായ രീതിയിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കാനോ ആർക്കും സാധിച്ചില്ല എന്ന് പറയുമ്പോൾ വളരെ കഷ്ടമാണ്, സങ്കടമാണ്. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ വിലയിരുത്തുന്നത്? പ്രദീപ്, കാണേണ്ട ഏറ്റവും വലിയ പ്രശ്നം ദുരന്തങ്ങളും ചില ആൾക്കാർക്ക് 2 തരത്തിലാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യത്വമുള്ളവർക്ക് ആ ദുരന്തങ്ങളെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തും, എങ്ങനെയെങ്കിലും പരിഹരിച്ച് അവൻ്റെ കണ്ണീരൊപ്പുക എന്നുള്ളതായിരിക്കും. മറ്റൊരു വിഭാഗം ഏതിലും ലാഭം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഏത് കാര്യത്തിലും, വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും ഏത് കാര്യം വന്നാലും ബക്കറ്റ് എടുക്കുക, പിരിക്കുക, അല്ലെങ്കിൽ പുറത്തു പോയി പിരിക്കുക. ഇങ്ങനെ ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ദുരിതങ്ങളെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ചൂഷണം ചെയ്യും. ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ നമുക്ക് മറ്റ് സ്റ്റേറ്റുകളുടെ പറയേണ്ട കാര്യമില്ല, കേരളത്തിലെ പല സംഭവങ്ങളും നമ്മളെ ഇത്തരം ദുരിതങ്ങളെ കാണിക്കുന്നത് ചൂഷണ മനസ്ഥിതിയുള്ളവരാണ് സമൂഹത്തിൻ്റെ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവരെന്ന് കാണിക്കുന്നത്. ചൂഷണ മനസ്ഥിതി ഞാൻ പറയുമ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ, കാശ് ആദ്യം പിരിച്ചു. 1000 താഴെ കോടി രൂപ പിണറായി വിജയൻ്റെ പോക്കറ്റിലെത്തി തന്നെ പറയാം. കാരണം പുറത്ത് കാണാത്തത്തോളം കാലത്ത് പോക്കറ്റിലെത്തി നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ? ആ കാശ് കൊണ്ടെങ്കിലും പണിയാമായിരുന്നു, പണിതിട്ടില്ല. എന്നാൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഏതാണ്ട് 1-2 വീടുകൾ ഏതാണ്ടൊക്കെ കാണിച്ച് വലിയ ഉദ്ഘാടനമൊക്കെ നടത്തി പായസമൊക്കെ കൊടുത്ത് അതും കാണിക്കുന്നുണ്ട്. ഇത് ഏറ്റുപാടി വാഴ്ത്തുപാട്ടായിട്ട് പാണപ്പാട്ട് പോലെ, പാണന്മാരുടെ പാട്ട് പോലെ പാടി നടക്കാൻ പിണറായി ചകവരുടെ വീരകൃത്യങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെയും പറഞ്ഞു നടക്കുകയാണ്, ഞങ്ങൾ വീട് കൊണ്ടു കൊടുത്തു. പക്ഷേ അതിൻ്റെ അകത്ത് കോൺഗ്രസിനും കുറ്റപ്പെടുത്താൻ അവകാശമില്ല. യൂത്ത് കോൺഗ്രസും KSU ഒക്കെ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞു, പ്രോസിക്യൂട്ടറുടെ നിയമനത്തേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ ഈ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസും KSU ചെയ്യേണ്ടത് എന്ന് നമ്മൾ പ്രോസിക്യൂട്ടർ നിയമനത്തെ വലിയ പ്രശ്നമാക്കി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്? ഒന്ന്, ഇവർക്കെല്ലാം അറിയാം
സാധാരണ മനുഷ്യൻ ദുർബലനാണ്. അവനെ കൊണ്ടൊന്നും പറ്റില്ല. അവൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന എത്ര അടിച്ചെടുത്താലും അവനത് മനസ്സിലാകില്ല, അടിച്ചെടുക്കാമെന്ന് മനസ്സിലാകില്ല. അവനൊരു മുട്ടായി മേടിച്ച് കൊടുത്താൽ, കൊച്ചു കുട്ടികൾക്ക് മുട്ടായി മേടിച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബലൂൺ മേടിച്ച് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷത്തെ പോലെ പിണറായി വിജയനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ ചെന്നിട്ട് പറയാതെ നിങ്ങൾക്കിവിടെ വലിയ ബംഗ്ലാവ് വരച്ച് കാണിക്കുകയാണ്, അന്തരീക്ഷത്തിൽ വരച്ച് കാണിക്കുകയാണ്, ഇത്രയും വലിയ ബംഗ്ലാവിലേക്കാണ് നിങ്ങളെ മാറ്റാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടതല്ല ഞങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോൾ അതേ മനസ്സിലാണ് സൃഷ്ടി. ഇവിടെ ഉണരേണ്ട മനസാക്ഷി 3 മനസാക്ഷി ഉണരണം. ഒന്ന് ചൂരൽമലയും ചുറ്റുവട്ടത്തുള്ള സാധാരണ മനുഷ്യരുടെ മനസാക്ഷി ഉണരണം. രണ്ടാമത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മെമ്പർമാരുണ്ട് എല്ലാ പാർട്ടിയിലും പെട്ട, അവരുടെ മനസാക്ഷി ഉണരണം. 3, ഇപ്പോൾ ഏത് പ്രശ്നങ്ങളിലും മുൻകൈയിട്ട് നിൽക്കേണ്ട യൂത്ത് കോൺഗ്രസും KS-ഉം SFIക്കാരുടെ കൂട്ട് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത് എന്ന് വെച്ച് പിന്നോട്ട് പോകരുത്. ഈ തെറ്റ് ചൂണ്ടിക്കാണി. ഇത് പണി തീരുന്നിടം വരെ അവിടുന്ന് പോരാൻ ഒരു MLA അനുവദിക്കരുത്, അല്ല അങ്ങോട്ട് കയറാൻ ഒരു MLA അനുവദിക്കരുത്. ബലമായിട്ട് തടയുകയല്ല, അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ ഈ സംഘടനകൾ തയ്യാറാകുമോ? സർ, ഒന്ന് വെറുതെ നമുക്കൊന്ന് എന്താണ് യാതൊരു തരത്തിലുള്ള രാഷ്ട്ര മീമാംസയെക്കുറിച്ച് ഒന്നും നമുക്കറിയില്ലെങ്കിൽ പോലും ഒരു കാര്യം വളരെ വ്യക്തമല്ലേ, 2 വർഷം കൊണ്ട് ഒരു പുനരധിവാസ പദ്ധതി ഒരുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. 1000 വീട് ഒന്ന് ആലോചിച്ച് നോക്കും, 500 വീട് അല്ലേ? അത് സ്ഥലം അവർ ഒരു സംഘടന കൊടുത്തു, ഒരു എസ്റ്റേറ്റ് കൊടുത്തു. എന്നിട്ടും ഇത്തരത്തിൽ 2 വർഷം ഒരു ജനതയെ, അതും സർവസ്വവും തകർന്ന് എല്ലാ പ്രതീക്ഷയായിട്ട് ഒരുപക്ഷെ ഒരു കുടുംബത്തിലെ 2-3 ആളുകൾ, ചില കുടുംബങ്ങൾ തന്നെ തേച്ച് കഴുകിപ്പോയി. എന്നിട്ടും അങ്ങനെ ഒരു ജനതയോടൊപ്പം നിന്ന് അവർക്ക് എന്ത് വേണം എന്ന് കണ്ടെത്തി അവരെ പാർപ്പിടം ഒരുക്കി അങ്ങോട്ട് മാറ്റേണ്ടതിന് പകരം ഇപ്പോഴും പണിത് കൊടുത്ത വീടുകൾ പോലും താമസയോഗ്യമല്ല. അതായത് സർക്കാർ സംവിധാനത്തിൽ പണിത് കൊടുത്ത വീടുകൾ, മുസ്ലിം ലീഗിൻ്റെ വീടുകളെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപമില്ല. അവർ ആദ്യഘട്ടം 50 വീട് പണിത് കൊടുത്തു, ഇനി അടുത്ത ഘട്ടം 25 വീട്, അതിനടുത്ത ഘട്ടം അവസാന ഘട്ടം 25 വീട് കൂടി നവംബറിൽ പണി തീർത്തു. അങ്ങനെ 100 വീടാണ് അവർ വിഭാവനം ചെയ്തിരിക്കുന്നത്. മുസ്ലിം ലീഗ് എന്ന ആ ഒരു സംഘടന മാത്രമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി അവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളുടെ മറ്റുള്ള ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി രാഷ്ട്രമീമാംസ പഠിക്കേണ്ടതില്ല. ജനത്തിൻ്റെ വിഷയം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ സഹജീവികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് മനസ്സ് ഉണ്ടോ? അതാണ് നമ്മുടെ രാഷ്ട്രീയം. നമ്മളുടെ സഹജീവി കരയുന്നുണ്ടോ? ആ കരയുന്നത് എന്തിനു വേണ്ടി? അവൻ്റെ ആ സങ്കടം തിരിച്ചറിഞ്ഞ് അതിൽ അനുഭവിക്കാനും അതിന് ആശ്വാസം കണ്ടെത്താനും നമുക്ക് സാധിച്ചാൽ മാത്രമേയാണ് അതാണ് നമ്മുടെ രാഷ്ട്രീയം. മറ്റുള്ളതെല്ലാം ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ് കൊടികളുടെ രാഷ്ട്രീയം. ഇവിടെ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഇത്തരം ദുരന്തങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മൾ മലയാളി എന്ന് പറയുന്നത്? എന്തിനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്? 2 വർഷം പിന്നിടുമ്പോഴും ഒരു ദുരന്തമുഖത്ത് മതിയായ രീതിയിലുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ സംസ്കാര സമ്പന്നരെന്ന് അവകാശപ്പെടുന്ന മലയാളി എവിടെ ചെന്ന് നിൽക്കുന്നു? നമ്മൾ തെരഞ്ഞെടുത്ത ഒരു ജനസമൂഹം അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എന്ത് ചെയ്യുകയായിരുന്നു ഇത്രയും നാളും? ഇത് വലിയ ചോദ്യചിഹ്നം തന്നെയല്ലേ? പ്രദീപ് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാവും. ഉത്തരവാദ പ്രക്ഷോഭണം എന്നൊക്കെ കേട്ട് അതൊരു ഉത്തരവാദ രാഷ്ട്രീയം എന്നൊരു യാഷ്ടിക് കൊണ്ട്, ഒരു മാനദണ്ഡം കൊണ്ട് നമ്മളത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ വിലയിരുത്തിയാൽ, നിങ്ങൾ വർഗീയതയെന്നോ ഫാസിസമെന്നോ എന്ത് വേണേൽ പറഞ്ഞു, കേരളത്തിൽ ഏറ്റവും ആ ഉത്തരവാദിത്ത രാഷ്ട്രീയത്തിൻ്റെ പാരാമീറ്റേഴ്സ് ഒരു 60% കൂടുതലെങ്കിലും പൂർത്തീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷി മുസ്ലിം ലീഗാണ്. അതിന് നമ്മൾ അവർക്ക് 100 മാർക്ക് കൊടുത്തേ പറ്റൂ. അല്ല, തീർച്ചയായും ഈ വയനാട് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ തീർച്ചയായും അവർ ആ ദുരന്തമുണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ അവരുടെ വൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, മുസ്ലിം ലീഗിൻ്റെ, അവർ യുവജന സംഘടനയുടെ. അവിടെ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നവർ, പോലീസ്, സേന എന്നുള്ളവർക്ക് എല്ലാവർക്കും, സാധാരണക്കാരായ മനുഷ്യർക്കും ക്യാമ്പിൽ കഴിയുന്നവർക്കും എല്ലാം സുഭിക്ഷമായ ഭക്ഷണം വളരെ സുരക്ഷയോടുകൂടി വെച്ച് വിളമ്പുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് കണ്ടപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും CPM-ന് ഹാലിളകി. കാരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് മുസ്ലിം ലീഗിന് മേൽക്കൈ നേടാനുള്ള അല്ലെങ്കിൽ UDF-ന് മേൽക്കൈ നേടാനുള്ള അവസരമായി മാറും. അതുകൊണ്ട് തീർച്ചയായും ഇനി അവർ ഭക്ഷണം വിളമ്പണ്ട. അതിന് ചൂണ്ടിക്കാണിച്ചത് കേന്ദ്രസേനയൊക്കെ വന്ന് സന്നദ്ധ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സേനാ വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അതീവ സുരക്ഷ അതിൽ ഉണ്ടായിരിക്കണം, സുരക്ഷിതമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വൈറ്റ് ഗാർഡിനെ അവിടെ
നിന്ന് മലയിറക്കി വിടുന്ന കാഴ്ചയാണ് കണ്ടത്. വീണ്ടും സർക്കാരിൻ്റെ ഇത് തന്നെയാണ് ഒരു സെക്കൻഡ്, ഇത് തന്നെയാണ് കെ മുരളീധരൻ ദേവസ്വം മന്ത്രിമാരെ പുറത്തുനിന്നുള്ളൊരു ഭക്ഷണ സേവനമായിട്ട് ആസ്പത്രിയിലേക്ക് വരണം, പുറത്ത് എവിടെയെങ്കിലും വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞത്. നോക്കൂ സാറേ, എന്നിട്ട് എന്താ സംഭവിച്ചത്? പിന്നീട് ദുരിതാശ്വാസ ക്യാമ്പിൽ ഉൾപ്പെടെ ഭക്ഷണം കൊടുത്തത് സർക്കാർ 2 ദിവസം കൊടുക്കും അല്ലെങ്കിൽ തുടർന്ന് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഉണങ്ങിയ പാളയംകുട പഴവും 4 ദിവസം 5 ദിവസം പ്രായമെത്തിയ മോഡേൺ ബ്രെഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്രെഡുകളൊക്കെയാണ് കൊടുത്തത്. മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് കാർഡ് ഓർഗനൈസേഷൻ കൊടുത്തത് ബിരിയാണി അടക്കം, അതായത് ബിരിയാണി എന്ന് പറഞ്ഞാൽ അതൊരു വിശിഷ്ട ഭക്ഷണം എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം സുഭിക്ഷമായ രീതിയിൽ, അല്ലാതെ കഞ്ഞിയും പയറും മാത്രം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പേരെടുക്കാൻ വേണ്ടിയല്ല അവരത് ചെയ്തത്. എനിക്ക് വ്യക്തിപരമായി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സംഘടനയുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഓരോ രാഷ്ട്രീയ സംഘടനയുമായുള്ള ബന്ധം മാത്രമേ മുസ്ലിം ലീഗുമായി നമുക്കുള്ളൂ. പക്ഷേ ഇവിടെ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും, ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗാണ് ഈ കാര്യത്തിൽ കുറച്ചും കൂടി പ്രതിജ്ഞാബദ്ധമായി സാമൂഹ്യ പ്രതിബദ്ധതയോട് ഇടപെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ആ വസ്തുത ശരിവയ്ക്കേണ്ടത് തന്നെയാണ്, അത് ശ്ലാഘിക്കപ്പെടേണ്ടത് തന്നെയാണ്, അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, നമ്മുടെ ഭരണകൂടം എന്താണ് അവിടെ ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നം തന്നെയാണ്. കോൺഗ്രസിനും ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. കോൺഗ്രസ് തറക്കല്ലിട്ടതിന് ശേഷം പിന്നീട് എന്തായി എന്ന് ചോദിച്ചപ്പോൾ വീട് പണി നടക്കുന്നു. ഇപ്പോഴും അത് കൃത്യമായി പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. മറ്റുള്ള അന്യസംസ്ഥാനങ്ങളുടെ ജീവകാരുണ്യം, പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ഒക്കെ വന്ന് തറക്കല്ലിട്ടതാണ്. തീർച്ചയായും ഇപ്പോൾ കർണാടകയും തമിഴ്നാടും ഒക്കെ നമുക്ക് പുനരധിവാസത്തിന് വേണ്ടി നമ്മളോട് സഹകരിക്കാം, പണം വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ വകയായി വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവരും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഈ 2 വർഷം കഴിഞ്ഞിട്ടും, വയനാട്ടിലെ മുഴുവൻ MLA-മാരും കോൺഗ്രസ്സുകാരാണ്. അതെ, ഈ 2 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ ഇവർക്ക് സാധിക്കാതെ പോയതെന്നുള്ളൊരു ചോദ്യം. മാത്രമല്ല, ഇപ്പോൾ ദുരന്തം നടന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ തുരങ്കപാത നിർമ്മിച്ചതിൻ്റെ അടുത്ത് വലിയൊരു മണ്ണിടിഞ്ഞുണ്ടായ ദുരന്തം. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു ഭൂമിയിൽ ആദ്യമുണ്ടായ ദുരന്തത്തിന് പോലും ദുരിതാശ്വാസം ഏർപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് വിടുന്നത് എന്നൊരു ചോദ്യം തന്നെയുണ്ട്. ഇതിൽ ഒരു തരത്തിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ പേരെടുത്ത് പറയുകയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്കാണ് അവിടെ വീഴ്ച പറ്റിയിരിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം നമുക്കില്ല. എന്തായാലും ഉത്തരവാദിത്തപ്പെട്ട ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. നമ്മൾ പരാജയപ്പെട്ടു. ഞാനും താങ്കളുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയാവുന്നത്ര രീതിയിൽ അവിടെ ദുരിതാശ്വാസത്തിന് വേണ്ടി ഒരു തുക കൊടുത്തിട്ടുണ്ട്. ആ തുക കൊണ്ട് കൂടി ഇവർക്ക് ചെയ്യാവുന്ന, ഞാൻ മനസ്സിലാക്കിയെടുത്തോ 800 കോടിയിൽ പരം രൂപ പിരിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് ഈ ഒരു പുനരധിവാസം ഒരുക്കാൻ ഇത്രയും രൂപ പോരാ എന്ന് എവിടെയാണ് പറയുന്നത്? ഇതിൻ്റെ പകുതി തുകയുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവിടെ നടത്താൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഫണ്ടൊക്കെ ദുർവിനിയോഗം ചെയ്യുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഇവർ നടത്തിയത് എന്നുള്ളത് നമുക്കറിയില്ല. നോക്കൂ, പ്രളയ ദുരിതാശ്വാസം എന്ന് പറഞ്ഞിട്ട് ആ ദുരിതാശ്വാസത്തിൽ നടന്ന ക്രമക്കേടുകളൊക്കെ ജനം മറക്കുന്നതിന് മുമ്പാണ് ഈ ചൂരൽ മലമുണ്ടക്കൈ ദുരന്തം നമുക്കുണ്ടായത്. അവിടെയും ഉണ്ടായ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി ഇപ്പോൾ അവരുടെ ജീവിതം അവരുടെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. ഞാനൊന്ന് മനസ്സിലാക്കുന്നത്, VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയൊക്കെ നേതാക്കന്മാർ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തവരല്ല. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് പൂർണ്ണമായിട്ടും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാനോ ശ്രദ്ധിക്കാനോ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ആ മുന്നണിയിലെ അന്തർഛിദ്രങ്ങൾ, കോൺഗ്രസിലെ അന്തർഛിദ്രങ്ങൾ, അല്ലെ പരസ്പര തർക്കങ്ങൾ, പ്രോസിക്യൂട്ടർ നിയമനമായിട്ടുള്ള തർക്കങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോയി ഗൗരവമുള്ള കാര്യങ്ങളെ അവഗണിക്കുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. മറിച്ച് ഒന്ന് നമ്മൾ ആലോചിച്ചാൽ ഇത് ഒരു പാഠമാണ്. 2 ഗവൺമെൻറ് വരുന്നു, ഒരു ദുരന്തം കഴിഞ്ഞ് അല്ലെ 1-2 ദുരന്തം കഴിഞ്ഞിട്ട് അധികം താമസമാകുന്നില്ല. ഈ 2 ഗവൺമെൻറ്റുകൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ജനങ്ങളുടെ ഭാഗത്ത് ഏത് ഗവൺമെൻറ് നിൽക്കുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരാണ് മുന്നിട്ടിറങ്ങുന്നത്, ആർക്കാണ് പുതിയ നിർദ്ദേശങ്ങളുള്ളത്. ഏറ്റവും പ്രധാനമാണ്. വെറുതെ കുറേ കാശ് 10,000 കോടി അവിടെ ചിലവാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ആ 10,000 കോടി കൊണ്ടുപോകുന്നവരാണ് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്തിന്? കുടിവെള്ള ക്ഷാമം വരുന്ന ഈ വരൾച്ച അങ്ങ് വന്നു കഴിഞ്ഞ് അടുത്ത മഴ കുറയുകയാണെങ്കിൽ വരൾച്ച നോക്കിയിരിക്കുന്ന ഒത്തിരി പഞ്ചായത്ത് മെമ്പർമാർ കാണും, ലോക്കൽ ബോഡി അധികാരികൾ കാണും. കാരണം കുടിവെള്ള വിതരണം ഒരു ഖനിയാണ്. പല പഞ്ചായത്തുകളിലും കുടിവെള്ള വിതരണം ഒരു ഖനിയാണ്. ഇതേ മനസ്ഥിതിയോടെയാണ് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്ന പരിപാടിയും പലരും ചെയ്തത്. ഒന്ന്, ചോറ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അവിടെ കുറേ നാളത്തേക്ക് ഭക്ഷണം കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അതും പാടില്ല എന്നാണ് ഈ ഗവൺമെൻറ് പറഞ്ഞു. അതിൻ്റെ കാരണം വേറെ.
അല്ല, അതാണ് അതിലൊക്കെ രാഷ്ട്രീയം കണ്ട് ഞങ്ങളുടെ സിംഹാസനം ഉറപ്പിക്കുന്നതിന് അത് വിനയായി വരും എന്നവരത് നന്നായിട്ട് ചെയ്യണ്ടേ. അത് എം എം മണി ചോദിച്ച ചോദ്യം തന്നെ എല്ലാ സിപിഎംകാരനും ചോദിക്കുകയാണ്. ഞങ്ങളുടെ ചോറ് മേടിച്ചിട്ട് എം എം മണിയുടെ ഭാഷ കൂട്ടിയൊരു ഭാഷയാണ്, ഇഞ്ചിയിട്ട് ഞങ്ങൾക്ക് എതിരായിട്ട് വോട്ട് ചെയ്തവരല്ലെന്നാണ് ചോദിച്ചത്. അതാണ് ആ പാരമ്പര്യമാണ് പിന്തുടരുന്നത്. ഇവിടെ ഒരു കാരണവശാലും നമുക്കിതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. നമ്മുടെ സഹോദരന്മാരാണ് അവിടെ സർവസ്വം നഷ്ടപ്പെട്ട് വാടക വീട്ടിലും അവിടെ ഇവിടെയായി കഴിയുന്നത്. അവർക്കൊരു പുനരധിവാസം എന്നുള്ളത് 2 വർഷം ദുരന്തം കഴിഞ്ഞ് 2 വർഷം പിന്നിടുമ്പോഴും സർക്കാർ തലത്തിൽ നടപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് കേരളത്തിൻ്റെ പരാജയം തന്നെയാണ്, യാതൊരു തർക്കമില്ല. പുതിയ മുഖ്യമന്ത്രി, അതായത് 2 മാസം മാത്രം പിന്നിടുന്ന ശ്രീ വി ഡി സതീശൻ സർക്കാരിന് ഈ കാര്യത്തിൽ കാര്യക്ഷമമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം. തീർച്ചയായും ഈ വിഷയത്തിൽ ഗൗരവതരമായ നടപടികൾ അവർ കൈക്കൊള്ളും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. പറയൂ സാർ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുനായി പലരും വളർത്താറുണ്ട്. രാത്രിയിൽ, പ്രത്യേകിച്ചും രാത്രിയിൽ പകുതി ഭക്ഷണമേ കൊടുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം മൃഗഡോക്ടർമാരും മറ്റ് വളർത്തുന്നവരും പറയുന്നത്, മുഴുവൻ ഭക്ഷണം കൊടുത്ത് വയറ് നിറഞ്ഞാൽ ഇവൻ ഉറങ്ങിപ്പോകും, നമ്മുടെ വീട് നോക്കാനായിട്ട് ഇവന് ഉണർന്നിരിക്കുകയില്ല. അതുപോലെയാണ് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ കിറ്റ് കൊടുക്കുന്നതിൽ മുഴുവൻ കൊടുക്കുകയില്ല. കാരണം വിശന്നിരുന്നെങ്കിൽ മാത്രമേ ഇവൻ അടുത്ത പക്ഷത്തിന് മുദ്രാവാക്യം വിളിക്കാൻ പോവുള്ളൂ. ആ ഒരു ധാരണയിലാണ് ദുരിതബാധിതരെ പക്ഷികൾ കണക്കാക്കുന്നത്. ഞങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ ഞങ്ങൾ തരണം, അതാണ് എം എം മണി പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ട് ആ ആറ്റിറ്റ്യൂഡിലാണ് ദുരിതങ്ങളെ കാണുന്നതെങ്കിൽ ഇത് അധോഗതിയിലേക്ക് തന്നെ പോവുള്ളൂ. ഇനിയുള്ള സതീശനെങ്കിലും രമേശ് ചെന്നിത്തലയെങ്കിലും ആ രീതിയിലല്ലാതെ, അല്ലെ മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് പേടിക്കണ്ട, ഗൗരവത്തോടെ തന്നെ ഈ സഹായത്തെ കാണുന്നൊരു സംവിധാനം ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ല, തീർച്ചയായും ഇവിടെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെന്നോ കോൺഗ്രസ്സുകാരെന്നോ ബി ജെ പിക്കാരെന്നോ അല്ലെങ്കിൽ മറ്റിതര രാഷ്ട്രീയക്കാരെന്നോ ഒന്നും കാണേണ്ടതില്ല. അവിടെ ഒരു മനുഷ്യനെ കണ്ടാൽ മതി. അവിടെ തകർന്ന് പോയ സ്വപ്നങ്ങൾ ഉള്ള കുറേ മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ സ്വപ്നത്തെ ഇനിയെങ്കിലും ചേർത്ത് പിടിക്കാൻ തുന്നിക്കൂട്ടി അവർ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി സാധിക്കണം. ആ മാനവ സ്നേഹം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം, മറ്റുള്ള സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. രാഷ്ട്രീയക്കാരെന്ന രീതിയിലല്ല, മനുഷ്യൻ എന്ന രീതിയിൽ ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണ് എന്നുള്ള ഒരു തത്വശാസ്ത്രം മറക്കാതിരിക്കട്ടെ.